നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശ് സർക്കാരിനെ വെട്ടിലാക്കി 230 കോടി രൂപയുടെ ശമ്പള അഴിമതി. 50,000 സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 6 മാസമായി ശമ്പളം കൈപ്പറ്റിയിട്ടില്ല എന്ന കണ്ടെത്തലാണ് അഴിമതി സംബന്ധിച്ച സംശയം ബലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ കോഡ് നമ്പർ ഇപ്പോഴും സജീവമാണ്. എന്നിട്ടും ശമ്പളം കൈപ്പറ്റിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. 40,000 സ്ഥിര ഉദ്യോഗസ്ഥരും 10,000 താൽക്കാലിക ഉദ്യോഗസ്ഥരുമാണ് ശമ്പളം കൈപ്പറ്റാത്തത് എന്നാണ് കണ്ടെത്തൽ. ഇവരുടെയെല്ലാം ഇതുവരെയുള്ള ശമ്പളത്തുക 230 കോടി രൂപ വരും. ജീവനക്കാരുടെ കോഡ് നമ്പർ ഇപ്പോഴും സജീവമാണ് എന്നതിനാൽ ഏത് നിമിഷവും അവർക്ക് ശമ്പളം പിൻവലിക്കാം. എന്നാൽ ഇനിയും ശമ്പളം പിൻവലിച്ചില്ല എന്നത് ഇവ വ്യാജമായി ചേർത്ത പേരുകളാണോ എന്നും ഈ പേരുകളിലൂടെ മറ്റു ചില ഉദ്യോഗസ്ഥർ ശമ്പളം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുമാണ് സംശയം ഉയർന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കമ്മീഷണർ ഓഫ് ട്രഷറി ആൻഡ് അക്കൗണ്ട്സ് ആണ് അന്വേഷണം നടത്തുക. ശമ്പളം നൽകേണ്ടതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഡ്രോവിംഗ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഏകദേശം 6000-ഓളം DDOമാർ സംശയനിഴലിലുമാണ്. ഉദ്യോഗസ്ഥർ രാജിവെച്ചതോ സ്ഥലം മാറിയതോ മറ്റോ രേഖപ്പെടുത്തിയില്ലെങ്കിലും ഇത്തരത്തിലുണ്ടാകാം. അത്തരത്തിൽ എന്തെങ്കിലും പിഴവാണോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ 6 മാസത്തോളമായി 50,000 സർക്കാർ ജീവനക്കാർ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല എന്നതിനെ ഗുരുതരമായ പ്രശ്നമായി തന്നെയാണ് അധികൃതർ കാണുന്നത്. ശമ്പളം ലഭിച്ചില്ല എന്ന ഒരു പരാതി പോലും ഇതുവരെ ലഭിച്ചില്ല എന്നത് കൂടിയാണ് വിഷയത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്.